കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകലിലും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വരാൻ അവിടെ നൽകിയ സാവകാശം ശ്രേഷ്ഠമായി എണ്ണുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അപ്പോൾ ദൈവത്തെ പ്രത്യാശ വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ച് ഇരിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് അവൻ ധൈര്യപ്പെട്ടിരിക്കണം, അവൻ്റെ ഹൃദയം ഉറച്ച് ഇരിക്കണം. പ്രത്യാശ വെക്കുന്നവരുടെ ഹൃദയം മാത്രമേ ഉറയ്ക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പതറും, ചഞ്ചലിക്കും, കാറ്റ് വരും, വൻമഴ ചൊരിഞ്ഞു. പക്ഷേ അടിസ്ഥാനം പാറയിലായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. മണൽമേൽ അടിസ്ഥാനമിട്ട് നോക്കൂ, വൻമഴ രണ്ടിടത്തും ഒരുപോലെ വന്നു, കാറ്റ് വന്നു. പക്ഷേ അടിസ്ഥാനം മണൽമേലായതുകൊണ്ട് ആ വീട് നിലം പരിചായിപ്പോയി, തകർന്ന് തരിപ്പണമായി. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ജീവിതത്തിൽ വരുന്ന സകല പ്രതിസന്ധികളെയും ജയിക്കാൻ, ഉറപ്പോടെ നിൽക്കാൻ ദൈവം കൃപ നൽകും. അടിസ്ഥാനം എപ്പോഴും കർത്താവിലായിരിക്കണം. എപ്പോഴും ഓർക്കുക, ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോകട്ടെ, ഉറച്ചു നിൽക്കുന്ന, സ്ട്രോങ്ങായി നിൽക്കുന്ന പർവ്വതങ്ങൾ പോലും മാറിപ്പോകും. അത് സമുദ്രത്തിൻ്റെ മധ്യ വീഴും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങും. പക്ഷേ ഞാൻ ഭയപ്പെടത്തില്ല, കാരണം ദൈവം എൻ്റെ അടിസ്ഥാനം, ദൈവം എൻ്റെ സങ്കേതം, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ മധ്യയുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ ഇന്ന് പകലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തിരുമഹത്വം വെളിപ്പെടുത്താൻ, കർത്താവേ എന്നെ ഇടയാക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെ ഇറങ്ങി വരും. എന്തൊക്കെ കലങ്ങി മറിഞ്ഞാലും, രാജ്യങ്ങൾ കുതിച്ചു, പക്ഷേ ഭക്തൻ പറയും, ഞാൻ കുലുങ്ങത്തില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുമെന്ന് ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ഉണ്ടാവണം. പ്രിയ സഹോദരങ്ങളെ, എല്ലാ കാലത്തും നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, എല്ലായിടത്തും സംസാരിക്കുന്ന ദൈവമുണ്ട്, എപ്പോഴും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, താങ്ങുന്ന ഒരു ദൈവമുണ്ട്, നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽ അതൊന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിടുതലുകളും ദൈവിക സാന്നിധ്യവും തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഇടയാകും. നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലരോട് ദൂത് വിളിച്ചു പറയുന്നു, പലതും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തോടടുത്ത് ചെല്ലണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ദൈവമായൊരു വലിയ ബന്ധത്തിലേക്ക് മടങ്ങി വരണം. അകലം വിട്ടുപോയ അവസ്ഥകൾ ഈ പകൽ മടക്കിക്കൊണ്ടുവന്നിട്ട്, ദൈവമേ അവിടുത്തെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദത്താൽ എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവശബ്ദം നിങ്ങളെ തകർക്കുന്നതല്ല, നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. ദൈവശബ്ദം നിങ്ങളെ ആത്മാവിൽ പണിയുന്നതാണ്, കുറവുകളെ കാണിച്ചു തരുന്നതാണ്, അഭിഷേകത്തോടെ നിർത്തുന്നതാണ്. എവിടെയും ബലഹീനമായോ അവിടെ നിങ്ങളെ ബലത്തോടെ നിർത്തുന്ന വചനത്തിൻ്റെ ശക്തി അത് സൗഖ്യമായി പരിണമിക്കും, വിടുതലായി പരിണമിക്കും. ഇന്ന് പകൽ ഒന്നേൽപ്പിച്ചു കൊടുക്കാം. വളരെ സുപരിതമായ ഒരു വാക്യം.
അപ്പോസ്തല പ്രവൃത്തി 16-18 വാക്യം. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവളുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അഭിഷേകമുള്ള പൗലോസ്, കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസ്, ആത്മനിയോഗമുള്ള, വെളിപ്പാടുള്ള, വിവേചനമുള്ള പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടുത്തിയായ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം കൊയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. അവൾ പൗലോസിനെയും ശിലാസിനെയും ഒക്കെ കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഈ മനുഷ്യർ അത്യുന്നതരായ ദൈവത്തിൻ്റെ ദാസന്മാർ. അവൾ പറഞ്ഞത് കറക്റ്റല്ലേ? യാഥാർത്ഥ്യങ്ങളല്ലേ അവൾ പറഞ്ഞത്? പക്ഷേ പൗലോസിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവാത്മാവ് സകലത്തെയും വിവേചിക്കുന്നു. ഒരാത്മികൻ സകലത്തെയും വിവേചിക്കാൻ തയ്യാറായി. നോക്കൂ, പല നാൾ ചെയ്തു. നമ്മുടെ കുറിവാക്യം വന്നത് ഇവളിങ്ങനെ പല നാൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അവൾ പല നാൾ ലക്ഷണം പറഞ്ഞ് ഈ വിൽസ്പിരിറ്റിൻ്റെ ശക്തി അവിടെ കൊടികുത്തി വാണിട്ട് പല നാളായി. പക്ഷെ ആർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദൂത് ആർക്കും വെളിപ്പെടാത്തത് പ്രാർത്ഥന മനുഷ്യനായ നിനക്ക് ആത്മാവിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ഭൂതത്തോട് വിട്ടുപോകാൻ. ഈ ഒരു അതോറിറ്റിയായിട്ട് നാളുകളായി ചിലയിടത്ത് സ്ഥാപിക്കപ്പെട്ടതുപോലെ കൊടികുത്തിവാണ് ആർക്കും തിരിച്ചറിയാതെ നിൻ്റെ മിനിസ്ട്രിക്കെതിരെ നിൽക്കുന്ന, നിൻ്റെ തലമുറകൾക്കെതിരെ നിൽക്കുന്ന, നിൻ്റെ കുടുംബജീവിതത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ ആത്മാവിൽ കണ്ട് ശാസിക്കാൻ, ആത്മാവിൽ അതിനോട് കൽപ്പിച്ച് പുറത്തു പോകാൻ പറയാനുള്ള അധികാരം ഈ പകൽ ഏറ്റെടുക്കണം. നിങ്ങളുടെ നന്മകൾക്ക് പലരെയും മൂടുപടമിട്ടതുപോലെ, പലരെയും കണ്ണുകൾക്ക് അന്ധത പിടിപ്പിച്ചതുപോലെ നാളുകളായി വ്യാപരിച്ചു നിൽക്കുന്ന ചില അന്യായ ശക്തികളെ ജയിക്കാൻ ഒരാത്മാവിൽ നിയോഗമുള്ള ചില പൗലോസുമാർ എഴുന്നേൽക്കണം. ചില ദബോരമാർ എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കുന്ന ചില മൊർദെഖായി എഴുന്നേൽക്കണം. ഉപവസിക്കുന്ന ചില ദാനിയേൽമാർ എഴുന്നേൽക്കണം. വെളിപ്പാട് കാണുന്ന ചില എലീശമാർ എഴുന്നേറ്റ് എവിടെ നിന്നൊക്കെയാണ് ശത്രുക്കൾ കടന്നു വരുന്നത് എന്ന് കണ്ട് രാജാവിനോട് അറിയിക്കത്തക്ക രീതിയിൽ പതിയിരിപ്പിനെ കണ്ട് വെളിപ്പാടുകൾ വെളിപ്പെടുത്തി കൊടുക്കാൻ ആത്മനിയോഗത്തോടെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കുമെങ്കിൽ ദൈവമേ, അങ്ങയുടെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ചിലതിനെ മനസ്സിലാക്കാൻ, എല്ലാം നല്ലത് എന്ന് ചിന്തിക്കരുത്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഏതെന്ന് ആത്മീയർ തിരിച്ചറിയട്ടെ. നീ നോക്കുമ്പോൾ അത് നല്ലതാണ് അവൾ പറഞ്ഞതില്ലേ? അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞ സത്യമല്ലേ? നമ്മളാണെ അതിന് 100 മാർക്ക് കൊടുത്തേനേയും. നല്ലത്, വെരി ഗുഡ് എന്ന് പറഞ്ഞ്. പക്ഷേ പൗലോസ് കണ്ടത് അവിടെ അകത്ത് വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റിനെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റിൻ്റെ ശക്തികളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ജയിക്കാൻ ഒരാത്മാവ് ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഹോളി സ്പിരിറ്റ് അത് ഏറ്റെടുക്കൂ. യേശുവിൻ നാമത്തിൽ ചില കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന, വ്യക്തികൾക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ നുഴഞ്ഞു കയറി വരുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ തിരിച്ചറിയാൻ ദൈവസഭകൾ തയ്യാറാകട്ടെ. അഭിഷക്തന്മാർ തയ്യാറാകട്ടെ. ആത്മാവിൽ കർത്താവിനോട് കർത്താവ് എനിക്ക് വിവേചിക്കാനുള്ള കൃപ നൽകണം. ഈ ദൂത് ഏറ്റെടുക്കൂ. ഈ കാലഘട്ടത്തിൽ പലതിനെയും
കണ്ടിട്ട് എല്ലാം ശരിയെന്ന് പറയാനല്ല, ചിലതിനെ വിവേചിക്കാനുള്ള ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണം. മാത്രമല്ല, എവിടുന്നൊക്കെ കയറി വരുന്നോ അതിനെ കണ്ട് ആത്മാവിൽ ബന്ധിക്കാൻ എന്നെ ഒന്ന് അധികാരപ്പെടുത്തണമേ എന്ന് എലിശയെ പോലെ മുട്ടുമുടക്കും, ഏലിയാവിനെ പോലെ കർമ്മേൽ മുട്ടുമുടക്കി പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം ഏറ്റെടുക്ക്. ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ഓടുന്ന, ജാതീയ ശക്തികൾക്ക് മുമ്പിൽ ചലിക്കുന്ന, അധികാരത്തിൻ്റെ ശക്തികൾക്ക് മുമ്പിൽ ആത്മാവിൽ ഓടുന്ന, കരുത്ത് പ്രാപിക്കുന്ന ഒരു ദൈവകൃപയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ ആരേറ്റെടുക്കും? വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം ഇന്ന് പകൽ ഏറ്റെടുത്ത്, കർത്താവേ എന്നെ അതിനൊന്ന് നിയോഗിക്കണമേ. എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒന്ന് ആത്മാവിൽ ചിലത് കാണാൻ, മനസ്സിലാക്കാൻ എനിക്കൊരു നിയോഗം ദൈവം നൽകണം. എത്ര പേര് പ്രാർത്ഥിക്കും നിൻ്റെ കുടുംബത്തെ, നിൻ്റെ തലമുറകൾക്കെതിരെ നിൽക്കുന്ന ശക്തികളെ കണ്ട് തിരിച്ചറിയാൻ, നിൻ്റെ കുടുംബജീവിതത്തെ ഫ്രിക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികളെ തിരിച്ചറിയാൻ, നിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ആത്മാവിൽ കാണാൻ ഇന്ന് പകൽ എത്ര പേർ കഴിയും? നിൻ്റെ ഔദ്യോഗിക മേഖലകളെ തകർക്കുന്ന, നിൻ്റെ ശരീരത്തെ ബന്ധിക്കുന്ന ചിലതിനെ മനസ്സിലാക്കി ആത്മാവിൽ അതിനെ കുടഞ്ഞു കളയാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാകും? ദൈവം നിങ്ങളെ അതിന് കണ്ടിരിക്കുന്നു. സഹോദര സഹോദരി, ദൈവം സഭയ്ക്കകത്ത് നിങ്ങളെയാണ് അതിന് കണ്ടിരിക്കുന്നത്. ഏറ്റെടുക്കാമോ? ഇന്ന് പകൽ കർത്താവേ, ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവ് എന്നിൽ കൺട്രോൾ ചെയ്യണമേ. വിവേചനം എനിക്ക് തരണമേ, വ്യാഖ്യാനങ്ങൾ തരണമേ, ആത്മീക വെളിപ്പാടുകൾ തരണമേ. വേറൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇന്ന് പകൽ, ബാക്കിയെല്ലാം ദൈവം തരും. ആത്മാവിൽ ചിലതിനോട് കൽപ്പിക്കാൻ തയ്യാറാകൂ. ചിലത് മാറിപ്പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നാളുകൾ പല നാൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന ശക്തി, കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി ഇന്ന് പകൽ മാറിപ്പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യും. പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആത്മാവിൽ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. വിവേചിക്കാനുള്ള കൃപ കർത്താവേ, ചിലത് മറനീക്കി പുറത്തു കൊണ്ടുവരാൻ ദൈവാത്മാവ് ഞങ്ങളിലൂടെ ഇടയാക്കണമേ. നാളുകൾ പരന്നു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ചിലതിനെ ആത്മാവിൽ പുറത്തു കൊണ്ടുവന്ന് അതിനെ ശാസിച്ച് ജനത്തിന് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ, തലമുറകൾക്ക് കർത്താവേ ഒരാത്മിക വിടുതൽ സംഭവിപ്പിക്കാൻ ഇന്ന് പകലിലും അങ്ങേക്ക് പ്രസാദം തോന്നുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കൂ. പല നാൾ ആ ദേശത്ത് വ്യാപരിച്ച ശക്തിയെ പുറത്താക്കാൻ ആത്മീകർ എഴുന്നേൽക്കട്ടെ. കുടുംബങ്ങൾ വ്യാപരിക്കുന്ന ചില ദുരാത്മാവിനെ തകർത്ത് കളയാൻ വെളിപ്പാടുള്ള ചിലർ എഴുന്നേൽക്കട്ടെ. എഴുന്നേറ്റാൽ വിടുതൽ, പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ. ഏറ്റെടുക്കൂ. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.